എല്ലാവർക്കും എൻ്റെ ചാനലായ പനാച്ചിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കോളിഫ്ലവർ വെച്ചിട്ടുള്ള ഒരു സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്കിത് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഫ്രൈഡ് റൈസിനെയും നൂഡിൽസിനെയും എല്ലാം കൂടെ കൊറിയൻ കോളിഫ്ലവർ വിങ്സ് ആണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കോളിഫ്ലവർ ഇങ്ങനെ എതലാക്കി എടുത്തിട്ടുണ്ട്. ഇത് 1/2 കിലോ കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു വയ്ക്കണം. 1 ടീസ്പൂൺ വിനാഗിരി ചേർക്കണം. പിന്നീട് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് നേരം വയ്ക്കുക, ഒരു 10 മിനിറ്റ് വയ്ക്കണം. കോളിഫ്ലവർ നല്ലതുപോലെ കഴുകിയെടുക്കണം. കഴുകിയെടുത്ത് ഒന്ന് വെള്ളം പോകാനായിട്ട് അരിപ്പപ്പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം. കോളിഫ്ലവർ വറുത്തെടുക്കാനുള്ള ബാറ്ററിന് വേണ്ടിയിട്ട് 1/2 കപ്പ് കോൺഫ്ലവർ, 1/2 കപ്പ് മൈദ, വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1/4 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം, സോയ സോസ് 1 ടീസ്പൂൺ, പിന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വെള്ളം ചേർക്കാം. ഇനി കോളിഫ്ലവർ മാവിൽ മുക്കി വറുത്തെടുക്കാം. അപ്പോൾ ആദ്യം 1 പീസ് വറുത്തെടുക്കണം. വറുത്തെടുത്തിട്ട് നമ്മൾ ടേസ്റ്റ് നോക്കുക, ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ബാക്കിയുള്ളതെല്ലാം വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ കോളിഫ്ലവർ എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ബാക്കിയുള്ള കോളിഫ്ലവറും ഇതേപോലെ തന്നെ വറുത്തെടുക്കണം. ഇനി ഇതിനൊരു സോസ് ഉണ്ടാക്കണം. സോസ് ഉണ്ടാക്കാനായിട്ട് വേണ്ടത് കൊറിയൻ ഗോചുജാങ് ആണ്. ഇതൊരു ചില്ലി പേസ്റ്റാണ് കൊറിയക്കാരുടെ. നമുക്കിത് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. ഈ ഗോചുജാങ്ങിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എരിവുണ്ടാവും, അതുപോലെ ഉപ്പും പിന്നെ ഫെർമൻ്റഡ് ടേസ്റ്റാണ് വരുന്നത്. നമുക്ക് ഇങ്ങനെ പുളിച്ച ഒരു ചെറിയൊരു പുളിച്ച മണം എന്ന് പറയില്ല, അതേപോലത്തെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള ഗോചുജാങ് എടുത്തിട്ട് ബാക്കിയുള്ളത് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി. സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഗോചുജാങ് കുറച്ച് ചേർത്താൽ നല്ലതാണ്. അതേപോലെ ചിക്കൻ മാരിനേറ്റ് ചെയ്യുമ്പോഴും പിന്നെ നമ്മൾ ഫ്രൈഡ് ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ സോസിന് വേണ്ടിയിട്ടൊക്കെ ഗോചുജാങ് ഉപയോഗിക്കാവുന്നതാണ്. ഒരു പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞ് ചേർക്കണം. ഇഞ്ചി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ. ജസ്റ്റ് ഒന്ന് അത് വഴറ്റണം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗോചുജാങ് ചേർക്കാം. 1 ടീസ്പൂൺ സോയ സോസ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കണം. കുറച്ച് തിക്കായിട്ട് തോന്നുകയാണ്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ഒഴിക്കണം. ഒരു നുള്ളു ഉപ്പും കൂടെ കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിക്കണം. നമുക്ക് വറുത്ത കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. ഇപ്പോൾ സോസും കോളിഫ്ലവറും എല്ലാം നല്ലതുപോലെ മിക്സ് ആവണം. ഓരോ കോളിഫ്ലവറിലേക്കും സോസ് നല്ലതുപോലെ കോട്ടാവുന്ന രീതിയിൽ വേണം നമ്മളത് ഇളക്കി യോജിപ്പിക്കാനായിട്ട്. ഇപ്പോൾ സോസൊക്കെ നല്ലതുപോലെ കോട്ടായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇതിന് മുകളിലേക്ക് കുറച്ച് വെളുത്ത എള്ളിടാം. പിന്നെ സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞതും കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ടിടാം. നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം ഈ കോളിഫ്ലവർ വിങ്സ്.